നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് 1-ാം ക്ലാസ് പ്രവേശനം 6 വയസ്സാക്കുന്നതിൽ പ്രതികരിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത വർഷവും 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 5ആയി തുടരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. 6 വയസ്സ് എന്ന നിർദ്ദേശം 2027 ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മിനിമം മാർക്ക് സംവിധാനം 1 മുതൽ 9-ാം ക്ലാസ് വരെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണ 9 വരെ ക്ലാസ്സുകളിൽ നടപ്പിലാക്കും. അടുത്ത വർഷം 10-ാം ക്ലാസ്സിൽ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് മാനദണ്ഡം എന്നത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. 2022 മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടെങ്കിലും വർഷങ്ങളായി തുടർന്നു വരുന്ന 5 വയസ്സ് മാനദണ്ഡം മാറ്റാനാകില്ലെന്ന നിലപാടിലായിരുന്നു കേരളം. എന്നാൽ കഴിഞ്ഞ വർഷം സർക്കാർ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആധാർ കാർഡിൽ നിരവധി മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. അതായത് ആധാർ കാർഡിൽ ഫോട്ടോ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. കാർഡ് ഉടമയുടെ ഫോട്ടോയും QR കോഡും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു രീതിയിൽ ആധാർ കാർഡ് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള പദ്ധതി ഒരുങ്ങുകയാണ്. സ്വകാര്യത സംരക്ഷിക്കാനും ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ തടയുന്നതുമാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഓഫ്ലൈൻ ആധാർ പരിശോധന തടയുന്നതിനും ഉപഭോക്താവിന്റെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനും പുതിയ മാനദണ്ഡങ്ങൾ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈൻ വെരിഫിക്കേഷനായി ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡാറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ ഒരു ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് പലരും തുടരുന്നുമുണ്ട്. ഇതിനെ ചെറുക്കുന്നതിനായാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആധാർ പരിശോധനയ്ക്കുള്ള നിയമങ്ങൾ പ്രകാരം UIDAI അംഗീകൃത സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമാണ് ആധാർ പരിശോധിക്കുവാനുള്ള അനുമതിയുള്ളൂ. അതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്തു വെക്കാനും സാധിക്കും. OTP പരിശോധന മാത്രമേ ആധാർ പരിശോധന നടത്തുമ്പോൾ പ്രവർത്തിക്കൂ എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. ഇതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ. അത് ഈ ഒരു ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നു വരികയാണ്. 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നിലവിൽ കൈമാറിയിട്ടുള്ളത്. ഇനി എല്ലാ മാസവും 2000 രൂപയായിരിക്കും പെൻഷനായി ലഭിക്കുക. 1600 രൂപയിൽ നിന്ന് 400 രൂപ വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ 2000 രൂപയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ നിലവിലെ പ്രഖ്യാപനം എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ, അതായത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ മുന്നോടിയായി ഒരു പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ എന്നുള്ള ഒരു കാര്യം നമുക്ക് കണ്ടറിയുക തന്നെ വേണം. 2500 രൂപ എന്നുള്ള പ്രഖ്യാപനം നിറവേറ്റുമോ എന്നുള്ളതും ജനങ്ങൾ കാത്തിരിക്കുകയാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു പെൻഷൻ തുക തടസ്സം കൂടാതെ ലഭിക്കുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ നിർബന്ധമായും വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കുകയും വേണം. അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് 1000 രൂപയുടെ വിതരണം. അതായത് 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക്, അതായത് BPL വിഭാഗത്തിൽ വരുന്ന മഞ്ഞ പിങ്ക് വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ ഒരു 1000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് എല്ലാ മാസവും ഈ ഒരു 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് ഇതിനെ സംബന്ധിച്ചുള്ള അപേക്ഷകൾ നൽകേണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു പദ്ധതി നിർത്തിവെച്ചിരുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും അപേക്ഷ സമർപ്പിക്കുവാൻ മറക്കരുത്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വനിതകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അർഹത. ഈ വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ നൽകാവുന്നതാണ്. കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിധവ, അവിവാഹിത, വികലാംഗ, സാമൂഹ്യക്ഷേമ അല്ലെങ്കിൽ സർവീസ് കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ, അതുമല്ലെങ്കിൽ EPF പെൻഷനുകൾ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അർഹതയില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത് കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും. എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല.
റേഷൻ കാർഡുകൾ നീല, വെള്ള വിഭാഗത്തിലേക്ക് തരം മാറ്റപ്പെട്ടാലും നിങ്ങളുടെ അർഹത നഷ്ടപ്പെടും. 1 മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്കും യോഗ്യത ഉണ്ടായിരിക്കുകയില്ല. അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്ക് നൽകാവുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.